നമസ്കാരം. ഏവർക്കും അനിവാര്യമായ ഒന്നാണ് ധനം. ധനമുണ്ട് എങ്കിൽ മാത്രമാണ് ഈ സമയം പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കൂ എന്നതാണ് വാസ്തവം. അതിനാൽ ധനപരമായ കാര്യങ്ങളിൽ എപ്പോഴും ശ്രദ്ധ പുലർത്തുന്നവർ തന്നെയാണ് ഏവരും. എന്നാൽ ധനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ധനപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുന്നതിലൂടെ ധനപരമായ ഉയർച്ച തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക എന്നുള്ളതാണ്. എന്നാൽ എപ്പോഴും പണവുമായി ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ നാം ഏവരും ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. എന്നാൽ മാത്രമാണ് വന്നു ചേരുന്ന പണം കൃത്യമായി കൈകളിൽ നിലനിൽക്കൂ. പലർക്കും ധനം വരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ അവർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് അവ കൈകളിൽ നിലനിൽക്കുന്നില്ല എന്നതാണ്. അതിന് പലവിധ കാരണങ്ങളുമുണ്ട്. അതിൽ ചില പ്രധാനപ്പെട്ടതായ കാരണങ്ങൾ ഇപ്രകാരമാകുന്നു. ഈ കാര്യം കൂടി ശ്രദ്ധിച്ച് അല്ലെങ്കിൽ ഈ കാര്യം കൂടി നിങ്ങൾ ചെയ്യുന്നതിലൂടെ മാത്രമേ പൂർണ്ണ ഫലസിദ്ധി നിങ്ങൾക്ക് വന്നു ചേരൂ. അതിനാൽ കൂടിയാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടി പരാമർശിക്കുന്നത്. അതേക്കുറിച്ച് ആദ്യം പരാമർശിക്കാം. പണം എപ്പോഴും വൃത്തിയുള്ള ഇടത്ത് മാത്രമേ നിങ്ങൾ സൂക്ഷിക്കാൻ പാടൂ എന്നുള്ളതാണ്. പണം അലക്ഷ്യമായി വയ്ക്കുന്നതും വൃത്തിയില്ലാത്ത ഇടത്ത് അല്ലെങ്കിൽ അശുദ്ധിയുള്ള ഇടത്ത് സൂക്ഷിക്കുന്നതും നാണയങ്ങളാണ് എങ്കിൽ പോലും വീടിന്റെ പല ഭാഗങ്ങളിലും ചിതറിക്കിടക്കുന്നതായ സാഹചര്യം പല ഭാഗങ്ങളിലും വയ്ക്കുന്നത് ശുഭകരമല്ല എന്നുള്ളതാണ്. അതിനാൽ ഇവയെല്ലാം കൃത്യമായി തന്നെ ശുദ്ധിയുള്ളിടത്ത് സൂക്ഷിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നോട്ട് വയ്ക്കുമ്പോൾ വലിയ നോട്ടിന് മുകളിൽ ചെറുത് എന്ന രീതിയിലാണ് വയ്ക്കേണ്ടത്. എന്നാൽ നാണയം ഒപ്പം വയ്ക്കേണ്ടതായിട്ടില്ല. അത് സെപ്പറേറ്റ് ആയാണ് വയ്ക്കേണ്ടത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പണം നിത്യവും ആവശ്യമുള്ള ഒന്ന് തന്നെയാണ്. അതിനാൽ നിങ്ങൾ നിത്യവും ആവശ്യത്തിനായി പണം എടുക്കുന്നു എങ്കിൽ ആ പണം നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കേണ്ടത് കിഴക്ക് ഭാഗത്തായിരിക്കണം. കിഴക്ക് ഭാഗത്ത് തന്നെ സൂക്ഷിക്കുക. ദീർഘനാൾ സമ്പത്ത് അല്ലെങ്കിൽ വളരെ കാലം സമ്പത്തായി സൂക്ഷിക്കണം എങ്കിൽ അത് കന്നിമൂലയിൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് ആവശ്യമില്ല, കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ആ പണം ആവശ്യമുള്ളൂ, വീട്ടിൽ സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ ആ പണം നിങ്ങൾ കന്നിമൂലയിൽ സൂക്ഷിക്കുന്നതിലൂടെ അത് ഇരട്ടിക്കുവാനുള്ള അവസരങ്ങൾ പല കാര്യങ്ങളിലൂടെയും ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. അതിനാൽ തീർച്ചയായും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പണത്തെ എപ്പോഴും ബഹുമാനിക്കേണ്ടതാണ്. കാരണം സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണ് പണം. അതിനാൽ തന്നെ പണത്തെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. അല്ലാത്ത പക്ഷം കൈകളിലേക്ക് വന്ന് ചേരില്ല എന്ന് മാത്രമല്ല, കൈകളിൽ വന്നു ചേർന്നിരിക്കുന്നതായ പണം നഷ്ടമാകുന്നതിനും അത് കാരണമായി തീരും എന്നുള്ളതാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പണം ലഭിച്ചു എന്ന് വരാം. അത് ശമ്പളവുമായി ബന്ധപ്പെട്ട് പോലുമാകാം. ഇപ്രകാരം കൈകളിലേക്ക് നേരിട്ട് ലഭിക്കുമ്പോൾ ആ പണം അല്പനേരം നിങ്ങൾ വിളക്ക് തെളിയിച്ച് പൂജാമുറിയിൽ വച്ചതിന് ശേഷം നിങ്ങൾ അത് എടുക്കുന്നതാണ് ഏറ്റവും ശുഭം. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ അത് മഹാലക്ഷ്മി പ്രീതിക്ക് ഏറ്റവും ഉത്തമമായി തീരും. അതിനാൽ എല്ലാ മാസവും പണം ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ മറ്റ് കാര്യങ്ങളിലൂടെയോ ധനം കൈകളിലേക്ക് വന്നു ചേരുമ്പോൾ ഈ ഒരു കാര്യം ചെയ്തതിന് ശേഷം അത് മറ്റ് കാര്യങ്ങൾക്കായി നീക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്നുള്ളതാണ്. അതിനാൽ തീർച്ചയായും ഈ ഒരു കാര്യവും ശ്രദ്ധിക്കണം. ഇതിലൂടെ ഈ ധനം നിങ്ങളെ വിട്ടു പോകുവാനുള്ള സാധ്യത തുലോം കുറയുകയും അത് കൂടുതൽ ധന നേട്ടങ്ങൾക്ക് അവസരങ്ങൾ ഒരുക്കും എന്നുള്ളതാണ്. ഏവരുടെയും കൈകളിൽ പേഴ്സ്, വാലറ്റ് ഉണ്ടാകും എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ ഇവ ഒരിക്കലും കീറിയതോ കേടായതോ ആകാൻ പാടുള്ളതല്ല. ഇപ്രകാരം ഉണ്ട് എങ്കിൽ അത് ആ വ്യക്തികളുടെ ജീവിതത്തിൽ പണം നഷ്ടമാകുന്നതിന് കാരണമായി തീരും. അത്തരം കാര്യങ്ങളിൽ പണം നിലനിൽക്കില്ല എന്നതാണ് വാസ്തവം. ബില്ല്, മരുന്ന്, കേടായതായ പേഴ്സ് എന്നിവ നിങ്ങൾക്ക് തിരിച്ചടികൾ നൽകും എന്നുള്ളതാണ്. അതായത് പേഴ്സിന്റെ ഉള്ളിൽ
ബില്ല്, പഴയ ബില്ല് അല്ലെങ്കിൽ മരുന്ന് എന്നിവ സൂക്ഷിക്കുന്നത് അത്ര ശുഭകരമായിരിക്കില്ല എന്നുള്ളതാണ്. കൂടാതെ ഒരിക്കലും കേടായ ചിത്രങ്ങൾ പേഴ്സിൽ സൂക്ഷിക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. നിങ്ങൾ എവിടെയാണോ പണം സൂക്ഷിക്കുന്നത് അതോടൊപ്പം ഈ വസ്തുക്കൾ കൂടി ചേർത്ത് വയ്ക്കുന്നത് ആ ധനം ഇരട്ടിക്കുന്നതിനും ഐശ്വര്യം വർദ്ധിക്കുന്നതിനും പ്രത്യേകിച്ചും സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നതിനും സഹായകരമായി തീരും എന്നുള്ളതാണ്. അതിനായി ഏവരും ചെയ്യേണ്ടത് ഒരു നുള്ള് പച്ചക്കർപ്പൂരം എടുക്കുക എന്നുള്ളതാണ്. കൂടാതെ ഇരിക്കുന്ന മഹാലക്ഷ്മി ചിത്രവും നിങ്ങൾക്ക് പണത്തോടൊപ്പം സൂക്ഷിക്കാവുന്നതാണ്. പണത്തോടൊപ്പം സൂക്ഷിക്കേണ്ടതായ വസ്തുക്കളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. അതിൽ ഒരു നുള്ള് പച്ചക്കർപ്പൂരം വരുന്നു. കൂടാതെ ഇരിക്കുന്നതായ മഹാലക്ഷ്മി ദേവിയുടെ ചിത്രവും വയ്ക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. കൂടാതെ കണ്ണാടി, കവടി എന്നിവ വയ്ക്കുന്നതും പണം എപ്പോഴും ഇരട്ടിക്കുന്നതിന്, അതായത് പല വഴികളിലൂടെയും ധനം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും. അത് തൊഴിൽപരമായ ഉന്നതിയാകാം, അല്ലെങ്കിൽ ചെയ്യുന്നതായ പ്രവൃത്തികൾ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട ധനമാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ധനം ലഭിക്കുന്നതാകാം, സമ്മാനങ്ങളായി ധനം ലഭിക്കുന്നതുമാകാം. ഇത്തരത്തിൽ ധനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എപ്പോഴും ഇരട്ടിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ്. ഇനി പരാമർശിക്കാൻ പോകുന്നത് ഒരു നമ്പറിനെ കുറിച്ചാണ്. ഈ നമ്പറിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ചില നമ്പറുകൾ ധനത്തെ ആകർഷിക്കുവാൻ ഏറ്റവും ഉത്തമമാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഈ നമ്പർ എഴുതിയത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് പണം ലഭിക്കും എന്നല്ല. തീർച്ചയായും നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ ഫലം നൽകുന്നതിനോ കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാനും നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടതായ കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഇരട്ടി ഫലമായി നൽകുവാനും സഹായകരമാണ് എന്നുള്ളതാണ്. അതിനാൽ തീർച്ചയായും കഠിനാധ്വാനവും അനിവാര്യം തന്നെയാകുന്നു. എന്നിരുന്നാലും ഏവരിലും ഒരേപോലെ തന്നെ ഫലം ലഭിക്കണം എന്നില്ല. കർമ്മഫലം അനുകൂലമാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ഫലം നിങ്ങൾക്ക് സിദ്ധിക്കുകയും ചെയ്യും. പണത്തെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ പെരുകുവാൻ സഹായകരമായ നമ്പർ ഇപ്രകാരമാണ്. ഇത് അതിശക്തമായ ഒരു നമ്പർ തന്നെയാണ്. നിങ്ങൾ തമാശയ്ക്കാണ് എങ്കിൽ പോലും എഴുതി വച്ചാലും പണം ആ വീട്ടിലേക്ക് വന്ന് ചേരുവാൻ സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കും. തൊഴിൽ ചെയ്യുന്നവരാണ് എങ്കിൽ തൊഴിൽ വർദ്ധിക്കുക, അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിക്കും എന്നുള്ളതാണ്. എന്നാൽ ഈ ഒരു കാര്യം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യം, വെള്ള പേപ്പറിൽ നീല അല്ലെങ്കിൽ പച്ച അല്ലെങ്കിൽ ചുവന്ന മഷിയിൽ നിങ്ങൾ എഴുതേണ്ടതാണ്. വെള്ള പേപ്പർ മറ്റ് എഴുത്തുകളൊന്നും പാടുള്ളതല്ല. അതിൽ നീല അല്ലെങ്കിൽ പച്ച, ചുവന്ന മഷിയിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. എഴുതി മടക്കി വൃത്തിയുള്ളിടത്ത് നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. പണത്തോടൊപ്പം സൂക്ഷിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സിൽ സൂക്ഷിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. ഇനി ആ നമ്പറിനെ കുറിച്ച് പരാമർശിക്കാം. നമ്പർ അല്പം ദീർഘമായ ഒരു നമ്പർ തന്നെയാണ്. നമ്പർ ഇപ്രകാരമാകുന്നു: 732-00180 എന്ന നമ്പറാണ്. 732-20-180 എന്ന നമ്പറാണ്. 732-00180 എന്ന നമ്പറാണ്. ഈ നമ്പർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായി അല്ലെങ്കിൽ നിങ്ങളെപ്പോലും അതിശയിപ്പിച്ച് പണം നേടിത്തരുവാൻ സഹായകരമായ ഒരു നമ്പറാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യത്തെയും ധനത്തെയും ആകർഷിക്കുവാൻ സാധിക്കുന്ന ഒരു നമ്പറായി തന്നെ പരാമർശിക്കാം. ഈ കാര്യം ചെയ്യുമ്പോൾ പൂർണ്ണ വിശ്വാസത്തോടെ തന്നെ ചെയ്യണം. മറ്റുള്ളവർ ഈ ഒരു കാര്യം ചെയ്യുന്നതായി അറിയാൻ പാടില്ല എന്ന കാര്യവും ഓർക്കുക. രഹസ്യമായി തന്നെ ചെയ്യണം.